ഇതേ നീ നേരം പോയപ്പോൾ എങ്ങോട്ടാ പായണേ? ഞാൻ നിന്നെ തേടി ഇരിക്കുമായിരുന്നു. അങ്ങോട്ട് വഴി നടക്കാൻ തുടങ്ങി അപ്പൊ കേൾക്കാം കീതേ. പിന്നെ വേറെ ആരാ വിളിക്കണ്ടേ? ഇപ്പം നീ ഇവിടെ അല്ലേ അടുത്തുള്ളയോ? ഞാൻ എൻ്റെ ഗീതയെ ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം വെച്ചാൽ എൻ്റെ ഈ കൃഷിയിടമെല്ലാം ആനയും പന്നിയും കാട്ടുപോത്തും ഒക്കെ വന്ന് മൊത്തം നശിപ്പിച്ചു. ജീവിക്കാൻ ഒരു വൈരാഗ്യമൊന്നുമല്ല എൻ്റെ പോലെ വൈരാഗ്യം ഉണ്ടാണോ? അതിങ്ങനെ അതുപോലെ തന്നെ ഈയിടെ ആന വന്നപ്പോൾ ആന ഒരെണ്ണം പാഞ്ഞു വന്നു. ഞാൻ ഓടിയില്ല. വീണു പോയതല്ലെന്നേ, ആന എൻ്റെ കാലെ ചവിട്ടി പിടിച്ചേക്കുമായിരുന്നു. ആ കാലെടുക്കാൻ നോക്കിയിരുന്നു ഓടാൻ. വലിച്ചെടുത്തിട്ട് ഓടിയാൻ ഓടി. ഇതൊന്നും എൻ്റെ കാര്യം പറയാൻ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുക. അപ്പം ഈ കൃഷിയിടമൊക്കെ നശിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. മാർഗം. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഇതെല്ലാം നശിപ്പിച്ചത് ഒറിജിനലാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമിസ്കൂറിനെ വരുത്തണം എന്ന് പറഞ്ഞു. അമിസ്കൂറി എന്ന് വെച്ചാൽ അത് എന്നാ എനിക്കറിയാൻ എനിക്ക് പിടികിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ വരുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പം നിന്നെ കാണുമ്പോൾ ചോദിക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാനത് പറഞ്ഞത്. വലിയൊരു സംഭവമാണ്. അറിയാൻ പാടില്ലേ? അമിസ്കൂറി എന്ന് വെച്ചാൽ വലിയ സംഭവമാണോ? ഓ, എന്നാന്ന് പറയൂ നീ. എന്നാന്ന് പറഞ്ഞില്ലേ? വലിയ സംഭവമാണെന്ന് പറഞ്ഞില്ലേ? എന്നാന്ന് പറഞ്ഞേ? എനിക്കറിയാം. അത് വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. എന്നിട്ട് എന്ത് ചെയ്യാനാ പ്ലാനിപ്പോ? അമിസ്കൂറിനെ വരുത്താൻ പോവാൻ. വരുത്താൻ അത് നമ്മളെ വിളിച്ചാൽ ഇനി വരുമെന്ന്. അതൊക്കെ വേറെ ഗവൺമെന്റിനോട് അപേക്ഷ കൊടുക്കുക എന്നൊക്കെ ചെയ്യണം. കൊടുത്തു കഴിയുമ്പം അമിസ്കൂറി വരും. ആനെ പിടിച്ചു കിട്ടും. തീരുമാനം ഉണ്ടാക്കും. അതെ, തീരുമാനം ഉണ്ടാക്കും. ഓ, അപ്പൊ ആനയെ പിടിച്ചു കിട്ടണമെങ്കിൽ അമിസ്കൂറിയെ വിളിച്ചു വരുത്തണം അല്ലേ? വേണ്ടി വരും. ഞാൻ അങ്ങനെ ഇരിക്കുകയത്. അപ്പം നിന്നോട് ചോദിക്കുമ്പം നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്തൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടല്ലേ നീ വലിയ സംഭവം തന്നെ. എനിക്കറിയാൻ മേലാത്തൊന്നുമില്ല. അതെനിക്കറിയാം. ഞാൻ എന്നാ വെറുതെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നതാണ്. അല്ല, എനിക്കറിയാം നീ ആയിട്ട് സംഭവം അറിയാം. ഞാൻ സംഭവം തന്നെ. ഈ അമിസ്കൂറിയും വലിയ സംഭവം തന്നെ. ആയിക്കോട്ടെ. അത് എന്നെ പോലെ തന്നെ വലിയ സംഭവം. ഓ.